ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാൾ നിങ്ങൾക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളിതാ ഒരു കാടിൻ്റെ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വൈബുള്ള സ്ഥലം കണ്ടപ്പോഴേക്കും നിങ്ങളെ ഓർത്തു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ കുറേ അല്ല, ഒരാൾ നേരെ നടന്നു പോകുന്നുണ്ടോ? ഹായ് പറയൂ, ഹായ് പറയൂ. ഞങ്ങളിതാ ഇങ്ങനെ ഹായ് പറ. ഹായ്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതാ ഈ കാടിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. നല്ല വലിയൊരു കാടാണ്. അപ്പോൾ ഈ കാട് കണ്ടപ്പം ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയേ. അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പല പാമ്പിനെയും കയറി ചൂട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടൊക്കെയാണ്. ഒരു ഹൊറർ സിനിമ പിടിക്കാൻ പറ്റിയൊരു മൂഡാണ് അതാ ഇവിടെയൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ആ കാട്ടിൽ കൂടെ ഒരു ട്രഷർ ഹണ്ടിങ്ങിന് പോണ പോലെയാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ്. നിധി വേട്ട ഇതേ കണ്ടോ. പക്ഷേ ഇവിടെ നിധിയൊന്നും ഇല്ല കുഴിച്ചെടുക്കാനായിട്ട്. ഞങ്ങളിതാ പാമ്പും പഴുതാരയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല കാടാണ്. അപ്പം എന്തായാലും നല്ല ഒരു പേടിപ്പെടുത്തുന്ന ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. കണ്ട, ഹൊറർ മൂവി എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ നല്ലൊരു സ്ഥലമായിരിക്കും. മറ്റേ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ കണ്ടോ. എത്രയോ സ്ഥലങ്ങളാണ് വെറുതെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത്. ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ വളരെ റെയറായിട്ടൊക്കെയാണ് ഈ സ്ഥലത്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ വന്നപ്പം ഒരു ഹൊറർ ഫീല് കിട്ടിയപ്പോൾ നമ്മൾ എടുത്തതാണ്. അവിടെ ചെറിയൊരു പാലമുണ്ട്. ഇതിൽ കൂടെയാണ് നമ്മൾ അപ്പുറത്തോട്ട് പോകേണ്ടത്. അപ്പം മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മളതാ ഇവിടെ ചെറിയൊരു കുഞ്ഞു കൈത്തോട് പോലെ ഉണ്ട്. അപ്പം അതിലൊക്കെ കണ്ടോ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ്. ഇത് മറ്റേ ചേമ്പല്ലല്ലോ, ഇത് കാട്ടുചേമ്പാണ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെട്ടവും വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ നിങ്ങളുടെ അവിടെയും ഒക്കെ കാട് കയറി പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാട് കയറി പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിയമവിരുദ്ധങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പരിസരത്തൊക്കെ കാടൊക്കെ നിറയെ ഉണ്ട്. അപ്പം നമ്മൾ ആ കാട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ എന്തായാലും ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. കണ്ടിന്യൂഷനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളിടുന്നതായിരിക്കും. ഏറ്റവും വിളിച്ചുള്ളൊരു സ്ഥലം കണ്ടപ്പോഴേക്കും അമ്മമാർ ഭയങ്കര എക്സൈറ്റഡ് ആയേ. ഞങ്ങൾ ഇപ്പോൾ ഒരു ഇരുണ്ട പ്രദേശത്തു നിന്നൊരു വെളിച്ചമുള്ള സ്ഥലത്തേക്ക് കയറിയത് പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മുടെ റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വഴിതെറ്റി പോയിട്ട് നമ്മൾ ഒരു വഴി കണ്ടെത്തുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, ആ ഒരു ഫീലാണ്. അപ്പോൾ നമ്മുടെ റോഡാണ് ആ കാണുന്നത്, മെയിൻ റോഡ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരു ഹായ് പറഞ്ഞേടാ. ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം ഓമനപ്പുഴയാണ്. ഓമനപ്പുഴയിലെ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ബസ് കയറി നമ്മൾ പോകാൻ പോവാണ്, നമുക്ക് പോകേണ്ട സ്ഥലത്ത്. അപ്പോൾ എന്തായാലും ബൈ.